എറണാകുളം അങ്കമാലി സീറ്റുകൾ വെച്ചുമാറാൻ LDF-ൽ ധാരണ. അങ്കമാലി സീറ്റ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ നിന്ന് CPIM ഏറ്റെടുക്കും. പകരം എറണാകുളം സീറ്റ് നൽകാൻ ധാരണയായി. അർജുൻ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇത് സ്വാഭാവികമായും. കാരണം അങ്കമാലി സീറ്റും എറണാകുളം സീറ്റും വെച്ചുമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, എറണാകുളം ജില്ലയിൽ ഒരു നിർണായകമായിട്ടുള്ള നീക്കം നടത്തുകയാണ് CPIM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ CPIM ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളും തമ്മിൽ വെച്ചുമാറാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. എറണാകുളം നേരത്തെ മത്സരിച്ചിരുന്നത് CPIM ആണ്. ആ സീറ്റ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന് നൽകാനാണ് ധാരണ. പകരം അങ്കമാലി സീറ്റ് CPIM ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്കമാലിയിൽ മുൻ പെരുമ്പാവൂർ MLA ആയിട്ടുള്ള സാജു പോൾ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളതും സാജു പോളിന്റെ പേരാണ്. എറണാകുളം പെരുമ്പാവൂരിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ് അങ്കമാലി. അവിടെ സാജു പോളിന് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നത്. എറണാകുളത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ നേതാവും മുൻ ഡെപ്യൂട്ടി മേയറുമായിട്ടുള്ള സാബു ജോർജിന് സാധ്യത വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. പെരുമ്പാവൂർ മണ്ഡലം സാജു പോളിനായി CPIM ഉദ്ദേശിച്ചിരുന്നെങ്കിലും കേരള കോൺഗ്രസ് എം ആ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവിടെ കേരള കോൺഗ്രസ് എം തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയത്ത് മറ്റൊരു നിർണായകമായിട്ടുള്ള ആലോചന കൂടി CPIM-ൽ നടക്കുന്നുണ്ട്. അത് ആലുവയിലാണ്. ആലപ്പുഴയിൽ നിന്നുള്ള മുൻ MP AM ആരിഫിനെ ആലുവയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചന CPIM-ൽ നടക്കുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് AM ആരിഫിന്റെ പേരാണ് ആലുവയിൽ പ്രഥമ പരിഗണനയായി നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ AM ആരിഫ് ആലുവയിലും അങ്കമാലിയിൽ മുൻ MLA സാജു പോളും മത്സരിക്കുന്ന രീതിയിലേക്ക് കടുത്ത മത്സരം പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തുടരുകയാണ്. CPIM-ന്റെ അന്തിമ പട്ടിക, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അന്തിമ പട്ടിക രൂപം നൽകാനുള്ള യോഗമാണ് നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് CPIM അല്പസമയത്തിനകം കടക്കുകയും ചെയ്യും. ഹർഷൻ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ എറണാകുളം സീറ്റിലേക്ക് പുതിയ സ്ഥാനാർത്ഥി വരുന്നത് കൂടിയുണ്ടല്ലോ. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി, മുൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണല്ലോ സാഹചര്യം. അങ്ങനെയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിലും മത്സരം കനക്കാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? തീർച്ചയായും ഹർഷൻ, CPIM-ന്റെ മുൻ സീറ്റായിരുന്നു എറണാകുളം. അവിടെ CPIM-ന് വിജയ സാധ്യത ഇല്ല എന്നുള്ള വിലയിരുത്തലാണ് എറണാകുളം ജില്ലാ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെച്ചുമാറ്റം നടക്കുന്നത്. എന്ന് മാത്രമല്ല, സാബു ജോർജ് നിലവിൽ മുൻ ഡെപ്യൂട്ടി മേയറാണ്. എന്ന് മാത്രമല്ല, ലത്തീൻ സഭയോടൊക്കെ വലിയ രീതിയിൽ പിന്തുണയുള്ള ആളാണ് എന്നുകൂടി അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല, CPIM-മായി വലിയ അടുപ്പം വെച്ചു പുലർത്തുന്ന ആളുകൂടിയാണ് സാബു ജോർജ്. അദ്ദേഹം മത്സരിക്കാൻ വരികയാണെങ്കിൽ CPIM-ഉം അത് ഒരു വലിയ മത്സരം എന്ന നിലയ്ക്ക് കണക്കാക്കും എന്നുള്ള വിലയിരുത്തലാണ് ജില്ലാ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ സീറ്റ് ഈ രീതിയിൽ വെച്ചുമാറാൻ ഇപ്പോൾ CPIM തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എറണാകുളത്തും ശക്തമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ അവിടുത്തെ MLA TJ വിനോദും സാബു ജോർജും തമ്മിൽ കോർപ്പറേഷനിലടക്കം വലിയ വാശിയേറിയിട്ടുള്ള മത്സരം മുൻപ് നടന്നിരുന്നു. സമാനമായിട്ടുള്ളൊരു വലിയ മത്സരം എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ എറണാകുളത്തേക്ക് പരിഗണിക്കുന്നത്. CPIM-ന് അവിടെ വലിയ വിജയസാധ്യത ഇല്ല എന്ന വിലയിരുത്തൽ ജില്ലാ നേതൃത്വത്തിനുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്കമാലി കുറെ കൂടി സാജു പോൾ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയുള്ള ജനസ്വാധീനമുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നത്. എന്ന് മാത്രമല്ല, പെരുമ്പാവൂരിൽ അദ്ദേഹം മുൻപ് MLA ആയിരുന്നു. അതിനോട് ചേർന്ന് ഉള്ള ഇടം കൂടിയാണ് അങ്കമാലി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടെ വോട്ടാക്കി മാറ്റാം എന്നുള്ള പ്രതീക്ഷ CPIM-നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എറണാകുളം സീറ്റ് സോഷ്യലിസ്റ്റ് ജനതാദളിലും പകരം അങ്കമാലി സീറ്റ് CPIM ഏറ്റെടുക്കാനും തീരുമാനിക്കുന്നത്. റൈറ്റ്. തെരഞ്ഞെടുപ്പിന്റെ ആ പ്രഖ്യാപനത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ ചടുലമായ നീക്കങ്ങളാണ് മുന്നണികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൗതുകകരമായ നീക്കമാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ നടന്നിരിക്കുന്നത്. അങ്കമാലി സീറ്റും എറണാകുളം സീറ്റും തമ്മിൽ വെച്ചുമാറാനുള്ള ധാരണയായിരിക്കുന്നു. അതുമാത്രമല്ല,
മാത്രമല്ല ആലുവ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി എ എം ആരിഫിനെ കൊണ്ടുവരാനുള്ള ആലോചനയും നടക്കുന്നു എന്നുള്ള വാർത്ത.